Hi and welcome to Owly Classes. നമ്മൾ ഒരു 100 days ആൻസർ റൈറ്റിംഗ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഡേ 1 ആണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നു, നിങ്ങൾ എനിക്കൊരു ആൻസർ എഴുതി തരുന്നു, ഞാൻ അത് കറക്റ്റ് ചെയ്യുന്നു. അതല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക. ആ ഒരു ആൻസർ റൈറ്റിംഗ് എഴുതുന്നവരെ നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നു. ആ സെയിം ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആൻസർ റൈറ്റിംഗിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു, അതുപോലെ നിങ്ങളുടെ കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു 100 ദിവസത്തെ ആൻസർ റൈറ്റിംഗ് ചാലഞ്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വൺ തിങ് ഐ ക്യാൻ ഗ്യാരണ്ടി ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻസ് 2023 നിങ്ങൾക്ക് നല്ലൊരു പാസിംഗ് റേറ്റ് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ബിക്കോസ് 100 ഡേയ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ സ്റ്റാറ്റിക് കാര്യം റെഫർ ചെയ്യുന്നു, കറണ്ട് അഫയേഴ്സ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ അഡീഷണലി നിങ്ങൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസും ചെയ്ത് വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, മെയിൻസ് 2023 എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ ലാസ്റ്റ് ഇയർ ഇങ്ങനെ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ആൻസർ റൈറ്റിംഗ് ഫോളോ ചെയ്ത കുട്ടി ഏകദേശം GS പേപ്പേഴ്സിൽ 20 ആൻസേഴ്സും 19 ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഫീഡ്ബാക്ക് ആണ് തന്നിരിക്കുന്നത്. 20 ആൻസേഴ്സും 90 ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ആ കുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എക്സ്ട്രാ റെഫറൻസ് ബുക്കുകളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഗൈഡുകളോ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. ഷീ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ദി ന്യൂസ് പേപ്പേഴ്സും മാത്രം നോക്കിയിട്ടാണ് ആ കുട്ടി അത്രയധികം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ആൻസർ റൈറ്റിംഗ് ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, to improve your answer writing as well as to get better of your content. Okay, that's the two things which you are focusing on. Okay, let's not waste time, we can start. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ. Okay, there has been a progressive decline. There has been a progressive decline of the Indian Parliament. Do you agree? Give reasons such as reforms. Okay, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരുപാട് അനേകം റിഫോംസ് നമ്മൾ ഡിക്ലൈൻ, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രോഗ്രസീവ് ഡിക്ലൈൻ കാണുന്നുണ്ട്. നമ്മൾ അതിനോട് അഗ്രി ചെയ്യുന്നു. ഗീവ് റീസൺസ്. അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഗീവ് റീസൺസ് സജസ്റ്റ് റിഫോംസ്. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ 15 മാർക്സ് ആൻഡ് 250 വേർഡ്സ്. 15 മാർക്സ് ആണ്, അതുപോലെ തന്നെ 250 വേർഡ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. Okay, fine. Okay, first of all, മനസ്സിലാക്കേണ്ടത് എന്താണ്? As I said before, first of all, understand the question. Okay, first thing you have to do is understand the question. Okay, question മനസ്സിലാക്കുക. First of all, understand the question. Question മനസ്സിലാക്കുക, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. Second thing എന്താണ് ചെയ്യേണ്ടത്? Keyword. Okay, here the keyword is do you agree, give reasons, suggest. Our keyword is suggest. What you have to do is just you have to suggest here. Okay, suggest ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അതിനപ്പുറം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു സജസ്റ്റ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, കീവേഡ് മനസ്സിലാക്കുക. Then what have to do? Structure the answer. Structure the answer. Okay, how to structure the answer? How I am going to write my intro, and body എങ്ങനെ എഴുതുന്നു, and conclusion എങ്ങനെ എഴുതുന്നു. Okay, then structure the answer. Okay, അപ്പം ഇവിടെ തന്നിരിക്കുന്നത് 250 വേർഡ്സ് ആണ്. Keep the word limit 250 വേർഡ്സ് എഴുതിയാൽ മതി. അപ്പോൾ 250 വേർഡ്സ് അനുസരിച്ച് ആൻസറിന് വേർഡ് ലിമിറ്റിൽ കീപ്പ് ചെയ്തേക്കാൻ നോക്കും. ഇതിന് ഞാനൊരു റെഫറൻസ് ലിങ്ക് തന്നിട്ടുണ്ട്. ഒരു റെഫറൻസ് ലിങ്ക് തന്നിട്ടുണ്ട് ഫ്രം ദി ഹിന്ദുവിന് ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് വേണം ഇത് എഴുതാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ആൻസർ എഴുതാൻ പോയല്ലോ. ഫസ്റ്റ് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു ആർട്ടിക്കിൾ നോക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ സംസാരിക്കുന്നത് crafting a new chapter in parliamentary conduct. Okay, അതാണ് ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. crafting a new chapter in parliamentary conduct. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ആർട്ടിക്കിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആർട്ടിക്കിൾ പറയുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ആദ്യം കീപ്പ് ചെയ്യണം. ഓക്കെ, എന്താ ന്യൂസ്? ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ടിക്കിൾ എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഓക്കെ, ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഇന്ത്യൻ പാർലമെന്റിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം പാർലമെന്റ് ഡെക്കറും കുറയുകയും പബ്ലിക് പെർസെപ്ഷൻസിലും ആ കാഴ്ചപ്പാടിനകത്തൊരു കുറവ് വരികയും അത് കാരണം ഗവേണൻസിൽ ഒരുപാട് അനേകം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ള സാഹചര്യത്തിലാണ് ഓതർ അങ്ങനത്തെ ഒരു കോളം എഴുതിയിട്ടുള്ളത്. ഓക്കെ,
Yeah, sure, Wasim. I'll use a little bit of English also. Okay, so I gave an article for reference for this question. So that article was talking about the parliamentary conduct. So why did the author first of all made such a column is that the disruptive behavior within the India's parliament is on the rise. So this has led to a concerns about the declining decorum and public perception. So it has affected the governance. Okay. So the disruptive behavior കാരണമാണ് ഈ ഒരു കോളം വരുന്നതിനുള്ള മെയിൻ റീസൺ. ഓക്കെ. So what was the central idea of this column? Okay, central idea of the column കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് ഫേസിംഗ് ഇഷ്യൂ, ഫസ്റ്റ് ഇഷ്യൂ which the Indian parliament faces is decorum crisis. Decorum crisis. Okay, Indian parliament faces the first issue is that decorum crisis, because how decorum crisis happens with disruptive behavior. Okay, disruptive behavior. So how എങ്ങനെയാണ് ഈ ഡിസോർഡർ ബിഹേവിയർ ഉണ്ടാകുന്നത്? സെഷൻ എടുക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഓപ്പോസിഷൻ പാർട്ടി എഴുന്നേറ്റ് ഓക്കെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവിടെ പ്രതിഷേധങ്ങൾ നയിക്കുന്നു. സോ ഇങ്ങനെയൊക്കെ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകുന്നു. ഓക്കെ, സോ ഹൗ ദിസ് ഡിസ്ട്രപ്ഷൻ ടേക്സ് പ്ലേസ്? As you've seen in the news, when a bill is discussed, they make some disruptions, like quitting the session. So like that, in this way, disruptions happen. So that's the first reason of which Indian Parliament faces decorum crisis. Okay, then lawmakers face the next issue on debate. Okay, declining debates. Debates has been growing less. Okay, declining. It's declining. Okay, debates has been declining. There has not been any constructive debates recently. Okay, so this is a high time to address this issue, and we need to seek an inspiration from the British parliamentary model. That's what the author says in the column. Author പറയുന്നത് ഈ രണ്ട് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന സമയം ഒരുപാടായി. നമ്മൾ എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്ററി മോഡലിൽ നിന്ന് നമ്മൾ കുറച്ച് ഇൻസ്പിറേഷൻസ് എടുക്കണം. കാരണം നമ്മുടെ നേഷന്റെ ലീഡേഴ്സ് ഈ ബ്രിട്ടീഷ് പാർലമെന്ററി മോഡലിൽ നിന്നാണ് നമ്മുടെ പാർലമെന്റ് ഇന്ന് ഇരിക്കുന്ന ഈ പാർലമെന്ററി മോഡൽ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷിന്റെ കൈകളിൽ നിന്നാണ്. സോ ആ മോഡലിൽ നിന്നും നമ്മൾ കുറച്ച് ഇൻസ്പിറേഷൻസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഇഷ്യൂനെ അഡ്രസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ദി ഓഥർ സ്പീക്സ് ഇൻ ദിസ് കോളം. ഓക്കെ, സോ വാട്ട് ഡസ് ദി ഓഥർ സേസ് ഇൻ ദാറ്റ്? ഓക്കെ, so first of all, author പറയുന്നത് we need to take initial. So first of all, the author saying we had an initial pride in the parliamentary system. Okay, so ആദ്യമായി പാർലമെന്ററി സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രൈഡ് ഉണ്ടായിരുന്നു എന്നാണ് ഓഥർ പറയുന്നത്. ഓക്കെ, why? Because we took the Britain's Westminster model. Okay, we took the Britain's Westminster model. Okay, സോ ഈ ഇതെന്തുവാന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സമയത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്തു? ഈ ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് എടുത്ത ഈ ഒരു പാർലമെന്റ് സിസ്റ്റത്തിന് ഒരുപാടധികം പ്രൈഡ് എടുത്തിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മളെടുത്ത സിസ്റ്റത്തിനെ ബ്രിട്ടൻസ് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ എന്ന പേരിൽ അന്ന് അറിയപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒരുപാട് അഹങ്കാരത്തോടുകൂടി എടുത്ത നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരുപാട് അഹങ്കാരത്തോട് കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആയിരുന്നു ബ്രിട്ടന്റെ ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്ന ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്ററി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, so we had an initial pride because we took the Britain's system to our India. That's what the reason why our system is known as Britain's Westminster model. Okay, okay, then second, എന്തുകൊണ്ടാണ് നമുക്ക് നല്ല പ്രൈഡ് ഉണ്ടായെന്ന് വെച്ചാൽ longing for denied benefits. Okay, സോ ഇന്ത്യയുടെ നാഷണലിസ്റ്റുകൾ വളരെ ഡിറ്റർമൈൻഡ് ആയിരുന്നു. കാരണം ഈ ഒരു ഡെമോക്രസി ഒരുപാട് കാലം കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ അവർക്ക് കിട്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരെ ഒരുപാട് നാൾ ഭരിക്കാൻ കിട്ടിയിരുന്നില്ല. സോ അന്നത്തെ നാഷണലിസ്റ്റുകൾ വിചാരിച്ച ഒറ്റ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് സിസ്റ്റം ആണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ. അത് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഡെമോക്രസി ഒരുപാട് അനേകം കാലത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഈ ഒരു മോഡൽ അവർ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതായിട്ട് പ്രൈഡ് എടുത്തിരുന്നത്. ഓക്കെ, സോ ദ സെക്കൻഡ് റീസൺ വൈ ഇന്ത്യ ഹാഡ് എ ലോട്ട് ഓഫ് പ്രൈഡ് ഇൻ ദിസ് മോഡൽ ഇസ് ദാറ്റ് they had a belief that they were determined to experience the democracy for a long period of time, and they believed that the British parliament system was the best model, and its adoption will be a significant step towards for this democratic governance. Okay, ഇനി മൂന്നാമത് എന്തുകൊണ്ടാണ് പ്രൈഡ് ഉണ്ടായെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് പ്രപ്പോസൽ. നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്കറിയായിരിക്കും what was the Attlee's proposal. Okay, Clement Attlee, the future British Prime Minister, ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട്. അദ്ദേഹം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് പാർലമെന്റ് സിസ്റ്റത്തിന് മുകളിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് സിസ്റ്റമാണ് പാർലമെന്റ് സിസ്റ്റത്തെക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഈ പ്രപ്പോസൽ ഷോക്കും ഹൊററുമായിട്ടാണ് ഇന്ത്യൻസ് കണ്ടിരുന്നത്. അവർ പാർലമെന്റ് സിസ്റ്റം ആയിരുന്നു ഏറ്റവും ഫേവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു. കാരണം അവർക്കറിയായിരുന്നു ബ്രിട്ടീഷിന്റെ മനസ്സിലിരിപ്പ് എപ്പോഴും ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു മനസ്സിലാക്കി നാഷണലിസ്റ്റ് എന്ത് ചെയ്തു, അറ്റ്ലിയുടെ പ്രപ്പോസലിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല. ഓക്കെ, സോ തേർഡ് റീസൺ വാസ് അറ്റ്ലി, ദ ഫ്യൂച്ചർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ Clement Attlee, when once he visited India, he said that there are many benefits over the presidential system while comparing to the parliamentary system, he said. But this was taken as an horror by the Indians because they wanted the parliamentary system, because they believed that the British always always dreamed of making the India into two or partly divided. So they thought we will stick on with our plan. Okay. Then fourth reason, എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അഭിമാനമുള്ളതെന്ന് വെച്ചാൽ it's a continuation of the British practices. Continuation of British practices. ഓക്കെ, ഈ ഒരു പാർലമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ട്രഡീഷൻസിനെ കൊണ്ടുപോവുകയാണ്. ഇപ്പോഴും എന്താണ് MPs അവരുടെ ഡെസ്കിലാണ് ഇപ്പോഴും അവർ അപ്രോപ്രിയേഷന് വേണ്ടി ഇരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബിൽസിന് വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എസിന് പകരം ഒരു കോളാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ആ സിസ്റ്റം തന്നെയാണ് ബ്രിട്ടീഷിലുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോഴും ബ്രിട്ടീഷ് പ്രാക്ടീസസ് കൊണ്ടുപോകുന്നുണ്ട്, ബ്രിട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ വി ആർ സ്റ്റിൽ ഫോളോയിങ് ദ ബ്രിട്ടീഷ് പ്രാക്ടീസസ്, സോ വി ആർ ഹാവിംഗ് എ പ്രൈഡ് ഇൻ ദാറ്റ്. ദാറ്റ്സ് വാട്ട് ഓതർ സേസ്. Then fifth, a compliment from a British PM. Okay. In an instance, an Anglophile communist MP, Professor Hirendranath Mukherjee. Okay, ഒരു Anglophile communist MP ആയ പ്രൊഫസർ ഹിരേന്ദ്രനാഥ് മുഖർജി ഒരിക്കൽ പ്രൗഡ്ലി അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയ ആന്റണി ഏഡൻ. ഓക്കെ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയ ആന്റണി ഏഡൻ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞ ഒരു റിമാർക്ക് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വണ്ണുമായിട്ട് എല്ലാ റെസ്പെക്റ്റിലും നല്ലൊരെണ്ണം തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അദ്ദേഹം അതായത് കോംപ്ലിമെന്റ് ആയിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വരെ കൺസിഡർ ചെയ്തിരിക്കുന്നതാണ് ഓദർ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷ് പാർലമെന്ററി ട്രഡീഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തതിന്റെ ഓതന്റിസിറ്റിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കണം എന്നായിരുന്നു ഓദറോടെ ആദ്യം പറയുന്നത്. ഓക്കെ, സോ ഈവൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആന്റണി ഏഡൻ ഹാസ് വൺസ് റിമാർക്ഡ് ദാറ്റ് Indian parliamentary system is just the same as the British one, and he remarked over it. So even this remark was even regarded as a compliment by the communist itself. So this shows that the authenticity with India had over the British parliamentary tradition adoptions. Okay, so these are all of the reasons why we should consider the British parliament system as a pride for our Indian democracy. Okay, so Indian democracy എന്തുകൊണ്ടാണ് ഇത് പ്രൈഡ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ ദിസ് ഇസ് ദ ബേസ്. ഇനിയാണ് നമുക്ക് ഓദർ പറയേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്റ് ട്രഡീഷൻസിൽ നിന്ന് മാറി ഈ ഡിസ്ട്രപ്ഷനിലേക്ക് നമ്മൾ പോയത് എങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഹൗ ദിസ് ചേഞ്ച് ഹാപ്പൻ ഫ്രം ദി പ്രൈഡ് ടു ദി ഡിസ്ട്രപ്ഷൻസ്, ഹൗ ദിസ് ഹാപ്പൻ, എങ്ങനെയാണ് ചേഞ്ച് വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഹൗ ദിസ് ഹാപ്പൻഡ്, ദി ഡിപ്പാർച്ചർ. Okay, the departure from pride to disruptions, how this change happened. So first, change over decades ഉണ്ടായ മാറ്റങ്ങൾ, change over decades. So over the course of the 7.5 decade, ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടിയതിനു ശേഷമുള്ള 7.5 എന്ന കോഴ്സിൽ പാർലമെന്റ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് റീസൺ, ഈ പ്രൈഡിൽ നിന്ന് ഡിസ്ട്രപ്ഷനിലേക്കുള്ള ഫസ്റ്റ് റീസൺ. Second reason, emergence of boisterous behavior. Okay, emergence of boisterous behavior. ഇന്ത്യ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായി, ഒരു ബോയിസ്റ്ററസ് അതുപോലെ തന്നെ അസേർട്ടീവ്നെസ് എന്ത് ചെയ്തു ലെജിസ്ലേറ്റീവ് പ്രൊസീഡിങ്സിനകത്ത് കാണപ്പെട്ടു.
ഇതെന്ത് ചെയ്തു? ബ്രിട്ടീഷ് പാർലമെന്റ് ട്രഡീഷൻസിൽ നിന്നും ഒരു ഡിപ്പാർച്ചർ ആയിട്ടായിരുന്നു നമ്മൾ കണ്ടത്. ഓക്കെ, ഇന്ത്യ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കൊണ്ട സിസ്റ്റത്തിനകത്ത് ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ചെക്കും ഒക്കെ നടന്നതിന് ശേഷമായിരുന്നു പാസിംഗ് ഒക്കെ നടന്നിരുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? ഗവൺമെന്റിന് എന്താണ് ഇഷ്ടം, ആ ഇഷ്ടപ്പെടുന്ന ബില്ലിനെ പാസ്സാക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം അവിടെ വന്നതാണ് സെക്കൻഡ് റീസൺ, ഡിസ്റപ്ഷനിലേക്ക് പോകാനുള്ള സെക്കൻഡ് റീസൺ. തേർഡ് റീസൺ, disruptions in state assemblies. Disruptions in state assemblies. Some state assemblies, they had already some chaotic scenes. കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് എന്താണ് നമ്മൾ കണ്ടാണ് കേരള അസംബ്ലിയിൽ ഫർണിച്ചേഴ്സ് ഓവർടേൺ ചെയ്യുന്നത്, മൈക്രോഫോൺസ് എറിഞ്ഞു കൊടുക്കുന്നത്, ലെജിസ്ലേറ്റീവ് സ്ലിപ്പേഴ്സ് എറിയുന്നത് ഒക്കെ നമ്മൾ കണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് അസംബ്ലീസിൽ നിന്നത് എന്ത് ചെയ്തു? പാർലമെന്റിലേക്കും അത് പടർന്നു ചെന്നു. ഓക്കെ, then fourth reason you could say is the code of conduct violations. Code of conducts ആരും ഫോളോ ചെയ്യാതെ തുടങ്ങി. ഓക്കെ, എല്ലാ ന്യൂലി എലക്ടഡ് MPസും ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട് വാസ് ഫ്രീക്വന്റ്ലി ബ്രീച്ച്ഡ്. ഓക്കെ, ദാറ്റ് വാസ് ദി നെക്സ്റ്റ്. Another reason you could say is the pepper spray incident. Okay, ഒരു പ്രൊട്ടസ്റ്റിംഗ് MP എന്ത് ചെയ്തു? ഒരു പെപ്പർ സ്പ്രേ പാർലമെന്റ് ചേംബറിന്റെ ഉള്ളിൽ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഈ ഒരു ആക്ട് കാരണം കുറച്ച് MPs ഹോസ്പിറ്റലൈസ്ഡ് ആയി. സോ ഡിസ്കംഫോർട്ട് ഫോർ ദി സ്പീക്കർ ഹാപ്പൻഡ്. സോ ദിസ് ഓൾ വാസ് ദ റീസൺ ഫോർ ദി ഡിസ്റപ്ഷൻ. ഫൈനലി യു കുഡ് സേ impunity for rule breaking. Okay, ഈവൻ ദോ ഇത്ര അധികം കാര്യങ്ങൾ, ഇത്ര അധികം ഡിസ്റപ്ഷൻസ്, ഇപ്പം സ്പീക്കറിന്റെ മൈക്രോഫോൺ എടുത്ത് തല്ലി തകർക്കുന്നു, ഫർണിച്ചേഴ്സ് ഓവർടേൺ ചെയ്യുന്നു, എങ്കിൽ പോലും ഇവർക്കെതിരെ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നടപടികളൊന്നും, ആ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇവർ തെറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന കാണുന്നുണ്ടോ? സോ we have not seen that there has not been an action taken against them. So that's for all the reasons which why our parliament has had a departure from the pride to disruptions. Okay, ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത് മാറി നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഇവിടുത്തെ കൺസേൺസ്? വാട്ട് ആർ ദി കൺസേൺസ്? ഓക്കെ, വാട്ട് ആർ ദി കൺസേൺസ്? സോ ഫസ്റ്റ് കൺസേൺ ഈസ് ദാറ്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് മീനിങ് ഡിബേറ്റ്സ്. ഇതൊക്കെ കാരണം എന്താണ് ഇവിടുത്തെ കൺസേൺ? മീനിങ് ആയിട്ടുള്ള ഡിബേറ്റ്സ് നടക്കുന്നില്ല. There has no meaningful debates due to this disruptions. First concern is obstruction of meaningful debates. So ബില്ലുകൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് കാരണം ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഒന്നും തന്നെ ഡിബേറ്റുകൾ നടക്കുന്നില്ല. സെക്കൻഡ് കൺസേൺ ഈസ് ദി വീക്കനിങ് ഓഫ് ഗവേണൻസ് വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഗവേണൻസ് ഈസ് ഗെറ്റിംഗ് വീക്കൻഡ്. ഓക്കെ, ഇങ്ങനത്തെ ഡിസ്ട്രപ്ഷൻസ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന് നല്ല നല്ല പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എബിലിറ്റിനെ തടസ്സപ്പെടുത്തുകയും പോപ്പുലേഷന്റെ ആവശ്യത്തിനെ അഡ്രസ്സ് ചെയ്യാനോ തന്നെ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, വീക്കനിങ് ഓഫ് ദി ഗവേണൻസ്. നെക്സ്റ്റ്, ഇറോഷൻ ഓഫ് പാർലമെന്ററി ഡെക്കറം. ഈ ഒരു പാർലമെന്ററിന്റെ ഒരു ഡെക്കറം ഉണ്ടല്ലോ, ആ ഡെക്കറം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദ പാർലമെന്റ് ഡെക്കറം ഈസ് ഗെറ്റിംഗ് എറോഡ്. ബിക്കോസ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ലോകം തന്നെ നോക്കുന്നതാണ്. the longest written constitution ഉള്ള ഒരു country, having a country which is the oldest democracy, the country which is having the best democracy എന്നൊക്കെ ഒരുപാട് സ്ലോഗൻസ് പറയുന്ന ഒരു കൺട്രിയിൽ പാർലമെന്ററി ഡെക്കറം കീപ്പ് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം നമുക്ക് തന്നെ എത്രത്തോളം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് തന്നെ എത്രത്തോളം അത് ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. കാരണം ബിക്കോസ് ദിസ് parliamentary proceedings has been shown live to the world, right? So parliamentary democracyയുടെ ഒരു erosion. Then next concern would be negative public perception. പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻസും ഉണ്ടാകുന്നു. ഓക്കെ, ഈ ഡിസ്ട്രപ്ഷൻസ് കാരണം എന്ത് ചെയ്തു? പാർലമെന്റിന്റെ ഒരു പെർസെപ്ഷൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊരു വിശ്വാസത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അവർക്ക് ആവശ്യമായ ബില്ലുകൾ പാസ്സാകുന്നില്ല, ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പബ്ലിക് പെർസെപ്ഷൻ നെഗറ്റീവ് ആയിക്കൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, then another concern would be decline in accountability. Decline in accountability.
ഈ ഒരു ഡിസ്റ്റർബിംഗ് ബിഹേവിയർ കാരണം ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് അക്കൗണ്ടബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇവർ എലക്ട് ചെയ്ത് വിടുന്ന എന്തിനാണ്? നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ നമ്മൾ സെലക്ട് കിട്ടുന്നത്. അവർക്ക് ആ അക്കൗണ്ടൻസ് അവരെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, സോ വി സെലക്ട് എം പീസ് ഫ്രം പെർട്ടിക്കുലർ ഏരിയ. വി ബിലീവ് ദാറ്റ് ദേ വിൽ സോൾവ് അവർ പ്രോബ്ലംസ്. ഓക്കെ, സോ ദേ ആർ അക്കൗണ്ടബിൾ ടു ദാറ്റ് പീപ്പിൾ, റൈറ്റ്? ബട്ട് ഡ്യൂ ടു ദിസ് ഡിസ്റപ്ഷൻസ് the accountability is getting declined. Okay, then another concern would be threat. Final concern is threat to democracy. This is a threat to democracy. Okay, India democratic system ഒരു threat ആണ് ഈ ഒരു disruptive behavior കൊണ്ടുവരുന്നത്. Okay, മനസ്സിലാക്കുക. Okay, then finally author says that there are some parliamentary techniques that we could learn from the British and we could implement them. Okay, so author finally പറയുന്നത് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോഴും പഠിക്കാനും പറ്റുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തന്നു. പ്രശ്നത്തിന്റെ ഹിസ്റ്ററി എന്താണ്, പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു, ആ പ്രശ്നത്തിനുള്ള കൺസേൺസ് എന്താണെന്ന് പറഞ്ഞു തന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് പറഞ്ഞു. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ എഴുതാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഹൗ വി ക്യാൻ ലേൺ ഫ്രം ബ്രിട്ടൻ. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ബ്രിട്ടൻ? ഫസ്റ്റ് തിങ് വി ക്യാൻ ലേൺ ഫ്രം ബ്രിട്ടൻ ഈസ് ദി ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ് ദി ഒപ്പോസിഷൻ ഡേ. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് പഠിക്കാൻ പറ്റുന്നതാണ് ഒപ്പോസിഷൻ ഡേ. ബ്രിട്ടീഷ് പാർലമെന്റ് സിസ്റ്റത്തിൽ ഒപ്പോസിഷൻ ഡേയിൽ ഒപ്പോസിഷൻ പാർട്ടിക്ക് അവർക്ക് സ്പെസിഫിക് പോളിസി ഏരിയ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇഷ്യൂ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ ഹൗസിൽ ഡിബേറ്റിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഓപ്പോസിഷന് നമ്മളൊരു അവസരം നൽകുകയാണ്, അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു അവസരം നമ്മൾ നൽകുകയാണ് ഇതുവരെ എന്നതാണ് ഓതറോടെ പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഒരു ഒപ്പോസിഷന് വേണ്ടി ഒരു ഡേ വേണം. ഓക്കെ, സോ ബൈ ഒപ്പോസിഷൻ ഡേ the opposition party could select a issue, specific issue, and they could bring into the house for debate. Such a way we have given the chance for them also to bring on their own issues. Okay, so such thing also needs to be implemented in India. Okay, first variant. Second thing, prime ministers question time. Okay, prime minister's question time. Prime minister's question time എന്ന് പറയുന്നത് UK ഒരു വളരെ സിഗ്നിഫിക്കന്റ് വൈഡ്ലി വാച്ച്ഡ് ആയിട്ടുള്ള പാർലമെന്ററി ഇവന്റ് ആണ്. ഈ ഒരു സമയങ്ങളിൽ MPസിന് പ്രൈം മിനിസ്റ്ററിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ച്. സോ ഈ ഒരു പ്രാക്ടീസ് വരെ നമുക്ക് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, സ്ക്രൂട്ടിനി ഒക്കെ, ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ഒക്കെ തന്നെ നമുക്ക് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു വളരെ കാര്യമാണ്. ഓക്കെ, ഇത് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് വിച്ച് വി കു ലേൺ ഫ്രം ദി ബ്രിട്ടൻ ഇസ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ ടൈം. ഇൻ ദിസ് ടൈം ദി MPs could ask the prime minister questions about what the government has taken on, the actions on the plans. So this ensures that this practice ensures the transparency, accountability and scrutiny of the government's action. Okay, then what else we could do other than this from the Britain? ഇത് ബ്രിട്ടനിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം. അതല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീക്കറിന്റെ റോൾ ഇൻക്രീസ് ചെയ്യാം. സ്പീക്കേഴ്സ് റോൾ. ഓക്കെ, സ്പീക്കർ എന്ത് ചെയ്യണം, ഇങ്ങനത്തുള്ള അഡ്ജോൺമെന്റ് മോഷന്റെ ഫ്രീക്വന്റ് റിജക്ഷൻസ് റീകൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ വോട്ടുകൾ ഇല്ലാതെ, ഡിസ്കഷൻസ് ഇല്ലാതെ ബിൽസ് ഒന്നും പാസ്സാക്കാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനൊക്കെ സ്പീക്കർ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ മതി. സോ ഇത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സജഷൻസ് നിങ്ങളുടെ ആൻസറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതിന് പരിഹാരങ്ങൾ എഴുതാനും പറ്റും. ഓക്കെ, സോ കൺക്ലൂഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇന്ത്യസ് പാർലമെന്റ് സ്റ്റാൻഡ്സ് അറ്റ് ക്രോസ് റോഡ്സ് വിത്ത് ഇറ്റ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ഫംഗ്ഷനാലിറ്റി അറ്റ് സ്റ്റേക്ക് ഡ്യൂ ടു പെർസിസ്റ്റന്റ് ഡിസ്റപ്ഷൻസ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ക്രോസ് റോഡിലാണ്. കാരണം എന്താണ്, അതിന്റെ ക്രെഡിബിലിറ്റിയും ഫംഗ്ഷനാലിറ്റിയും ഒരു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ഫ്രീക്വന്റ് ഡിസ്റപ്ഷൻസ് കാരണം. ബ്രിട്ടീഷ് പാർലമെന്റ് സിസ്റ്റത്തിൽ നിന്നുള്ള കുറച്ച് പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യുന്ന വരെയും അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടി ഇൻക്ലൂസീവ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള പാർലമെന്ററി കൾച്ചർ കൊണ്ടുവരുന്ന വരെയും ഇന്ത്യക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെമോക്രസിയുടെ സാങ്ക്ടിറ്റിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, so you could conclude in a better way. Okay, so you guys have any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ?
Fine. Next, ഞാനൊരു മോഡൽസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മോഡൽ ആൻസർ, ജസ്റ്റ് പോയിന്റുകൾ എന്താ എഴുതേണ്ടതെന്ന് മാത്രം. സോ യു കുഡ് സ്റ്റാർട്ട് ബൈ introduction like this. The Indian Parliament, often hailed as the cornerstone of the democracy, has experienced a progressive decline in recent years. This deterioration is evident in various aspects of parliamentary functioning, and it warrants immediate attention and reform. Several key factors contribute to this decline. So, എന്തൊക്കെ key factors and decline ലേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? Because question എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? There has been a progressive decline in Indian Parliament. Do you agree? Give reasons എന്നാണ്. അപ്പം I agree. Okay, ഞാൻ agree ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ reasons കൊടുക്കുന്നത്. Okay. So first one, disruption of the parliamentary sessions. Second, erosion of the parliamentary ethics, decline in oversight, reduced legislative output, political polarization. നമ്മൾ സംസാരിച്ച പോയിന്റുകൾ തന്നെ. Then to address the issue. Okay, ഇതൊരു മോഡൽ ആൻസർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയിന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, സ്ട്രക്ചർ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. Okay. Then for several reforms you could say code of conduct, anti-defection law, fixed parliamentary calendar, strengthen the parliamentary committee, promote bipartisanship, digital transformation. Okay. Then this is the conclusion part. In conclusion, the decline of Indian Parliament is a matter of concern for the health of Indian democracy. By implementing these reforms, we can hope to reinvigorate the parliamentary functioning, strengthen its role in governance, and restore public faith in this vital institution. If it is imperative that these changes be implemented promptly to ensure the continued effectiveness of the Indian Parliament in upholding the principles of democracy. Okay. So, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.